ഹായ് ഫ്രണ്ട്സ് ടൊരട്ടുവ അങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് മാരേജ് അതെപ്പോൾ നടക്കാൻ പോകുന്നത് പറഞ്ഞ് അങ്ങനെ അവർ ഇന്ത്യക്ക് വന്നവർക്ക് അറിഞ്ഞു. ശരി, പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ആ ചെക്കനെ കുറിച്ച് ആറം അറിഞ്ഞപ്പോൾ പ്ലേ ബോയ് ആണ്, നിറയെ ഗേൾസ് ഉണ്ട്, അത് മാത്രമല്ല സീക്രട്ടും നിറയെ വൈഫുണ്ട്, എല്ലാം അറിഞ്ഞു. അത് കേട്ടോ ആറാമുക്ക് ടെൻഷനായി. ആറാം പറയുന്നു ബാക്കി മെമ്പേഴ്സ് ഓൾറെഡി കോല കാണിട്ടുണ്ട്. ആറാമുക്ക് ടെൻഷനേറി. ശരി, ഈ മാരേജ് പൊളിക്കുക എന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഹീറോയിൻ മാരേജിക്ക് റെഡി ആയിട്ട് സാഡായിട്ട് വന്നു. മാരേജ് കല്യാണ പെണ്ണിന് റെഡി ആയിട്ട് വന്നായിരുന്നു. എന്നെ ഹീറോയിൻ നടന്നുകൊണ്ട് വരായിരുന്നു. അങ്ങനെ എത്തിയിട്ട് മണ്ഡപത്തിൽ ഇരുന്നിടാ ചെക്കൻ. പിന്നെ പോലീസ് വന്ന് കല്യാണ ചെക്കൻ സ്റ്റോപ്പ് പറഞ്ഞ് പോലീസ് വന്ന് ചെക്കനെടുത്ത് ഇവൻ എന്തെല്ലാം ചെയ്തത് അവിടെ ടി വി ഉണ്ടായിരുന്നു. ആ ടി വിയിൽ അവിടെ ഹാളാണ്, മാരേജ് ഹാൾ പറഞ്ഞവിടെ ക്യാമറയിലുണ്ടോ, അവിടെ വീഡിയോസിലെല്ലാം കാട്ടി അവൻ എന്തെല്ലാം ചെയ്തത്. അത് മാത്രമല്ല അവിടെ വന്നവർ ഗേൾസിനെല്ലാവരും ഓൾറെഡി ലവ് ചെയ്തവർ ആക്ടിങ് ചീറ്റ് ചെയ്ത് അവിടെ വന്നവർ നിറയെ ഗേൾസ് അവർ കുട്ടികളെല്ലാം ഇങ്ങനെ ചെയ്തത് അതെല്ലാം കേട്ട് അവർക്ക് ഷോക്കായിരുന്നു. അതുകൊണ്ട് മാരേജ് പൊളിക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു അങ്ങനെ മാരേജ് നടന്നില്ല. ഹീറോയ്ക്ക് സമാധാനം. ഹീറോയിൻ്റെ അമ്മ ആരും എൻ്റെ മോളെ മാരേജ് അയക്കുമെന്ന് പറഞ്ഞാണ്. 7 പേർ കേസ് ഇട്ടായിരുന്നു. അവിടെ എല്ലാവരും പറയുന്നത് ഇവരാരാ മാസ്ക് ഇട്ടിട്ടുള്ളത്. എല്ലാവരും പറഞ്ഞു. അവിടുന്ന് എല്ലാവരും കുറേ ആൾ പോയായിരുന്നു. ഹീറോയിൻ്റെ അടുത്ത് വന്നു, 7 പേർ വന്നു. ഹീറോയിനെ പിടിച്ച് അവിടെ മണ്ഡപത്തിലെത്തി. ഹീറോയിൻ ഷോക്കായിരുന്നു. അങ്ങനെ 7 പേർ ഹീറോയിൻ്റെ മാരേജ് സൈറ്റ് മാരേജ് ആയിരുന്നു. ഹീറോയിൻ കുറേ ബോഡി ഗാർഡ് മാറി വന്നു. ഹീറോയിൻ്റെ ചേട്ടനെ പിടിച്ച് ഗണ്ണിൽ കട്ടി മിരട്ടിയായിരുന്നു. ഇല്ല നിങ്ങളാരെ ഹീറോയിനെ ഫോഴ്സ് ചെയ്ത് മാരേജ് കഴിച്ചു. ഹീറോയിൻ വേണ്ട എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ പറഞ്ഞു പറ്റി മാരേജ് കഴിച്ചു. ഹീറോയ്ക്ക് വേറെ ഇല്ല. അത് ഹീറോയ്ക്ക് ഹീറോയ്ക്ക് കരയാൻ തുടങ്ങിയായിരുന്നു. എന്തിനാണ് ചെയ്തത് എന്ന്. പിന്നെ എല്ലാവരും ഹീറോയിൻ്റെ ആ ചേട്ടനെ അമ്മനെ വിളിച്ചോണ്ട് വന്ന് പറഞ്ഞു അത് മാസ്ക് ഇട്ട് കണ്ട് ഹീറോയിൻ്റെ ചേട്ടൻ ഷോക്കായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടനും പിന്നെ അവരുടെ കുട്ടികൾ സാർ നിങ്ങളോട് ഒരു കാര്യം വരണ്ടു. ഇപ്പോൾ ഈ മാരേജ് നടന്നതിന് ഒരു പ്രശ്നം നടക്കും. അതുമാത്രമല്ല നിങ്ങളുടെ ബിസിനസ് എതിരി നടന്ന കാര്യമെല്ലാം പറഞ്ഞായിരുന്നു. ഇത് കേട്ട് ഷോക്കായിരുന്നു ഹീറോയിൻ്റെ ചേട്ടൻ. ബിസിനസ് എതിരിയാണ് അത്. ഹീറോയിനെ മാരേജ് കഴിച്ചാൽ സ്വത്ത് കിട്ടും. അവൻ്റെ ഒരാൾക്കാരായിരുന്നു, സ്വത്തിന് വേണ്ടിയിട്ടാണ് മാരേജ് കഴിക്കുന്നത്. എല്ലാവരുടെയും ആൾ പിടിച്ചിട്ട് ആറാം പറഞ്ഞു ഞങ്ങൾ ബാക്കി പിടിച്ചു. അങ്ങനെ എല്ലാ ക്രിമിനൽസിനെല്ലാം പിടിച്ച് ജയിലിലിട്ട്. ഹീറോയിൻ്റെ ചേട്ടനൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾ എല്ലാവരും ലവ് മാരേജാണ്, അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ എന്താ സാർ ചെയ്യാൻ. അങ്ങനെ ഹീറോയ്ക്ക് പറഞ്ഞ ഹീറോയിൻ അവിടെ ഷോക്കായി മയങ്ങി വീണായിരുന്നു. എല്ലാവരും നോക്കി ഷോക്കായി. ആറാം പൊടിച്ചായിരുന്നു ബുദ്ധമൊന്നും മയങ്ങി വീണ്. ഇവരെ കണ്ടിട്ട് ഹീറോയിൻ നെറ്റി അവിടേക്ക് മയങ്ങി വീണ്. അങ്ങനെ ബെഡ്റൂമും കൊണ്ടുവന്ന് പിന്നെ ഹീറോയിനെ എണിപ്പിച്ച് അമ്മ റെഡിയാക്കി പോയിക്കോ. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. ഞാൻ ഡ്രീം കണ്ടതാ, അറിയില്ലല്ലോ എന്ന് റൂമിൽ വന്നു. 7 പേരും ഹീറോയിനെ വെച്ച് കണ്ണെടുക്കാൻ നോക്കുമായിരുന്നു. ഹീറോയിൻ വന്നു ബ്ലോക്ക് ചെയ്ത് നിങ്ങൾ എന്തിനാ എന്നെ മാരേജ് കഴിച്ചത് ഹീറോയിനും കേട്ടായിരുന്നു. അങ്ങനെ 7 പേർ ഓരോന്ന് പറയാൻ തുടങ്ങി എങ്ങനെ മിച്ചത് അങ്ങനെയായിട്ട് പറഞ്ഞു. ഫോട്ടോസ് ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോന്നോരോ പറഞ്ഞു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അപ്പോൾ സ്വിമ്മിങ് പൂൾ നീയാ എന്ന് ഷോക്കായി ഷുഗർ നോക്കുമായിരുന്നു. അങ്ങനെയാണ് ഹീറോയിനെ ജോലായിട്ട് കിസ് ചെയ്ത് അങ്ങനെ ഹീറോ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ അവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കര ഹാപ്പി ഫാമിലിയായി സന്തോഷമായിരുന്നു. ഹാപ്പി എൻഡിങ്.